ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഞാൻ പുറത്തോട്ട് ഇറങ്ങുന്നു. പക്ഷേ കുറച്ച് ദൂരേക്കല്ല, തൊട്ടപ്പുറത്തെ വീട്ടിലേക്കാണ് പോണേ. ഇന്ന് പെസഹ വ്യാഴാഴ്ചയാണ്. അപ്പോൾ നമ്മുടെ നെയ്ബേഴ്സാണ്. സിനി അറിയാലോ, നമ്മുടെ വീഡിയോസിലൊക്കെ ഇതിന് മുന്നേ വന്നിട്ടുണ്ട്. അതിൽ സിനി അവരെല്ലാം ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയാണ്. അത് പ്രത്യേകിച്ച് പറഞ്ഞാൽ ക്നാനായാണ്. അപ്പോൾ ഈ പെസഹ വ്യാഴാഴ്ച എന്ന് പറഞ്ഞാൽ ക്രൈസ്തവർക്ക് എല്ലാവർക്കും തന്നെ വളരെ വിശേഷപ്പെട്ടൊരു ദിവസമാണ്. അതായത് തൻ്റെ ശിഷ്യന്മാരുടെ കാല് കഴുകുകയും അതുപോലെ തന്നെ അപ്പം മുറിച്ച് ശുശ്രൂഷ ചെയ്തതിൻ്റെയൊക്കെ ഒരു ഓർമ്മ പുതുക്കൽ കൂടിയാണ് ഈ പെസഹ വ്യാഴാഴ്ച എന്ന് പറയുന്നത്. ക്രിസ്തുദേവൻ സഹിച്ച പീഡകളെല്ലാം ധ്യാനിച്ച് പ്രാർത്ഥനാനിരതരാകുകയാണ് ക്രൈസ്തവരെല്ലാം ഈ ദിവസങ്ങളിലെല്ലാം. അപ്പോൾ അതിൻ്റെ ഒരു പ്രധാന ദിവസമാണ് പെസഹ വ്യാഴാഴ്ച എന്ന് പറഞ്ഞത്. അപ്പോൾ സിനിയുടെ വീട്ടിൽ അവരുടെ ഒരു ഈ എല്ലാ ക്രൈസ്തവ വീടുകളിലും ഇന്ന് പെസഹ അപ്പമൊക്കെ ഉണ്ടാക്കുന്ന ദിവസമാണ്. അപ്പോൾ ഇവർക്ക് ക്നാനായിക്കാർക്ക് കുറച്ച് ഡിഫറെൻ്റാണ്. ഈ ഉണ്ടാക്കുന്ന മെത്തേഡ് ഡിഫറെൻ്റാണ്. അതിൻ്റെ ഷേപ്പ് വ്യത്യാസമാണ്, കുറച്ച് മാറ്റങ്ങളുണ്ട്. അപ്പം ഓരോ വർഷവും വിചാരിക്കും നമ്മൾ പെസഹ വ്യാഴാഴ്ച അവിടെ പോയിട്ട് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, സിനിയുടെ ആ മെത്തേഡൊക്കെ ഒന്ന് കാണണം, നിങ്ങളിലേക്ക് എത്തിക്കണം എന്ന് പല പല കാരണങ്ങൾ കൊണ്ട് മാറിപ്പോയി. പക്ഷേ എല്ലാ പ്രാവശ്യവും നമുക്കിവിടെ കൊടുത്തയക്കും ഈ പെസഹ അപ്പമൊക്കെ. എന്തായാലും അങ്ങോട്ട് പോകാം. അപ്പുറത്തുനിന്ന് ഇപ്പുറത്തെത്തി. സിനിയുടെ വീട്ടിൽ നോക്കിയേ, നല്ല രസമില്ലേ? ഇവിടുത്തെ നല്ല പച്ചപ്പോ, നല്ല ഭംഗിയായിട്ടാണ് അവരുടെ ഗാർഡനൊക്കെ സൂക്ഷിച്ചിരിക്കുന്നത്. നമ്മളെപ്പോലെയൊന്നും അല്ല കേട്ടോ, നല്ല മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ ഒരു സന്തോഷം. വേർട്ടിക്കൽ ഗാർഡനും ഒക്കെ. അവിടെ ഒരു ചെടി പോലും ഇല്ല. നമുക്ക് ആകെപ്പാടുള്ളത് പാവപ്പെട്ട നമ്മുടെ എന്താ പറയുക, നിത്യകല്യാണി, പിന്നെ നമ്മുടെ ചെറീസ്, അങ്ങനെയല്ല. അപ്പോൾ എന്തായാലും ഇത് വളരെ പ്രധാനപ്പെട്ട ദിവസം. എല്ലാ ക്രൈസ്തവ വീടുകളിലും വ്യാഴാഴ്ച തന്നെ ഉണ്ടാക്കുകയുള്ളൂ കേട്ടോ ഇത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് നേരത്തെ ഇത് ഷൂട്ട് ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റാത്ത അതുകൊണ്ടാണ്. അപ്പോൾ വ്യാഴാഴ്ച ഈ ഒരു ദിവസം തന്നെയാണ് നമ്മളിത് കാണുന്നതും ഷൂട്ട് ചെയ്യുന്നതും ഒക്കെ. ഓക്കെ, അപ്പോൾ ഉച്ചയോടുകൂടി ഇവിടെ കാര്യങ്ങൾ നടക്കുന്നു എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, വരുന്നു എന്നുള്ള കാര്യം. സിനിയുടെ വീട് റിനോവേറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മളിങ്ങോട്ട് വന്നില്ല. ഓക്കെ, നിങ്ങളാരും കണ്ടിട്ടില്ല. ഇവിടെ നമ്മൾ ഇങ്ങോട്ട് വന്ന് അങ്ങനെ ഷൂട്ട് ചെയ്തിട്ടില്ല. സിനി അങ്ങോട്ടാണ് വന്നത്. ഇപ്രാവശ്യം ഒരു ചേഞ്ച്, നമ്മളിങ്ങോട്ട് വരുന്നു. നല്ല വെയിലാണ് പുറത്ത്. ഹലോ, മൂക്കുത്തിയിട്ട ചേച്ചിയെ കാണുന്നു. അതന്നെ, പക്ഷെ സിനിക്ക് ഓൾറെഡി ഒരു മൂക്കുത്തി ഉണ്ട്. പിന്നെ എന്തോ വേണം? മൂക്കുത്തി ഇട്ടിട്ട് അതെ, ആകെ 2 ദിവസമായുള്ളൂ മൂക്കുത്തി. ചേരുന്നുണ്ട്. അയ്യോ, ഇതിപ്പോ ട്രെൻഡാണ്. ഒന്ന് ഓക്കെ, നല്ല രസമുണ്ട്. ഞാൻ പിന്നെ നമ്മൾ ഇവിടെ വന്ന് ഷൂട്ട് ചെയ്തിട്ടില്ലല്ലോ അല്ലേ? സിനി അങ്ങോട്ടാണ് വന്നിട്ടുള്ളത്. നല്ല അടിപൊളി വീഡിയോകളൊക്കെയാണ്. നിങ്ങളുടെ പെസഹ ആയതുകൊണ്ട് ഞാൻ വൈറ്റ് ഇടാമെന്ന് വിചാരിച്ചു. എങ്ങനെയുണ്ട് വൈറ്റ്? ഓക്കെ അല്ലേ? വൈറ്റ് തന്നെ ഇട്ട് വന്നു, സിമ്പിളായിട്ട് വരാം. അപ്പോൾ അവിടെ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നു അല്ലേ? അങ്ങനെ നമ്മളിവിടെ ആദ്യം കുറച്ച് സംസാരിച്ചിരിക്കുകയാണ്. അപ്പോൾ കിച്ചണിൽ ഏതാണ്ടൊക്കെ റെഡി ആക്കിയിട്ടിരിക്കുകയാണ് സിനി ഇപ്പോൾ. അതായത് അരി വെള്ളത്തിൽ, അതിൻ്റെ വിഷ്വൽസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഉഴുന്ന് അരി എത്ര നേരം വേണം? അരി വറുത്ത് പൊടിച്ചത്. ഓക്കെ, വറുത്ത് പൊടിച്ച അരി ഉഴുന്ന് വെള്ളത്തിലിടണം. അത് രാവിലെ ഇട്ട് പിന്നെ ഇപ്പോൾ അരച്ച് കഴിഞ്ഞു. ആ സമയത്താണ് നമ്മൾ ഇങ്ങനെ വരുന്നത്. കാര്യം അല്ലെങ്കിൽ അത്ര നേരം കൂടെ വെയിറ്റ് ചെയ്യണ്ടേ? മിൽക്ക് മെയ്ഡിൻ്റെ ടിന്നിന് 2.5 കണ്ടെയ്നർ ഉഴുന്നാണ്. ഞാനിത് 4 മണിക്കൂർ വെള്ളത്തിൽ കുതിർക്കാനിട്ടതാണ്. 4 മണിക്കൂറിന് ശേഷം കുതിർന്നതിന് ശേഷം നമുക്കിത് ഗ്രൈൻഡറിനകത്ത് ആട്ടിയെടുക്കാം. 2 പ്രാവശ്യമായിട്ട് വേണം ഇത് ആട്ടാനായിട്ട്. ആദ്യം ഞാൻ ഒരു പ്രാവശ്യം ഇട്ട് ആട്ടിയിട്ടെടുക്കാം. ഇത് അരയാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു. ഇട്ടത് നമുക്ക് മാറ്റാം. വരുന്നതുകൊണ്ട് ഞാൻ കുറച്ച് നേരത്തെ ആക്കി. ഇപ്പോഴേ തുടങ്ങത്തുള്ളൂ അല്ലേ? അതാണ്. നമുക്ക് ഇന്ന് തന്നെ ഈ വീഡിയോ ഇടണം എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഒരു ചെറിയൊരു ടൈം ഇച്ചിരി കൂടെ
ഏർലി ആക്കി. ഇനി ഇത് എഡിറ്റ് ചെയ്തൊക്കെ അല്ലേ ഇടുന്നേ, അതിനൊരു സമയം കൂടി വേണം. അപ്പുറം ഇപ്പുറം വീടാണെങ്കിലും അതെ 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 അതെ, അപ്പുറം ഇപ്പുറം വീടാണ്, തൊട്ടപ്പുറം. പക്ഷെ നമ്മൾ കാണുന്നത് എങ്ങനെ അറിയാമോ, വളരെ കുറവാണ്. അത് വീടുകൾ സന്ദർശനം വളരെ കുറവാണ്, റോഡിലാണ് കാണുന്നത്. സിനിക്കൊരു വാക്ക് ഉണ്ട്, ഈവനിങ് വാക്ക് അല്ല, ഇവര് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് എക്സസൈസ് ഒരേ നടത്തി. എത്ര റൗണ്ടാണ് നടക്കുന്നത് ഈ കോളനിക്ക്? 10 റൗണ്ട് നടക്കും ഈ കോളനിക്ക് ചുറ്റും. നല്ല എക്സസൈസ് ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അന്നേരം ഞാൻ എവിടെയെങ്കിലും പോകാനായിട്ട് ഇറങ്ങുകയോ കയറുകയോ ഒക്കെ കാണുമ്പോൾ കുറച്ച് നേരം നിന്ന് സംസാരിക്കുമ്പോൾ അതേ ഉള്ളൂ. വരവ് ഈ ഹൗസ് വിസിറ്റ്സ് കുറവാട്ടോ, കമ്പാരിറ്റീവ്ലി വളരെ കുറവാണ്. അപ്പോൾ എനിക്ക് ഇത് വീട് പാലുകാച്ചിൻ്റെ സമയത്ത് വന്നത്, അതായത് വീട് റിനോവേഷൻ കഴിഞ്ഞിട്ട് ഒരു പാലുകാച്ചുണ്ടായിരുന്നു, ആ സമയത്ത് വന്നതാണ്. പക്ഷെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് കീപ്പ് ചെയ്യുന്നുണ്ട്. എന്തായിരുന്നു അന്ന് ഈസ്റ്റർ ആയിരുന്നു, പേര് പറഞ്ഞു എന്നേ ഉള്ളൂ. അതൊരു ഹൗസ് വാമിങ് പോലെ എല്ലാവരെയും വിളിച്ചൊരു ദിവസമാണ്. എല്ലാവരും വന്ന് ആ ഈസ്റ്റർ ടൈമിൽ അന്നേരം കണ്ടതാണ്. പക്ഷേ വീടൊക്കെ അതേപോലെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ്. അത് പിന്നെ സിനി അങ്ങനെയാണല്ലോ എല്ലാം. ഇത് ഒരു ക്രോക്കറി ഷെൽഫൊക്കെ ഉണ്ട്, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് പീസസ് എല്ലാം പോയ സ്ഥലത്തു നിന്നൊക്കെ വാങ്ങിയതും അല്ലേ, യുവർ കളക്ഷൻ. രസമാണ് ക്രിസ്റ്റൽസ് ഒക്കെ കാണുമ്പോഴേ, ഒരു രസമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു വാട്ടർ ബോഡിയുടെ ശബ്ദം കേൾക്കാം, അതൊരു ചെറിയ ഫോൾസ് പോലെ ഫിഷ് ടാങ്കാണ്, അതിലേക്ക് വെള്ളം വീഴുന്ന ശബ്ദവും എനിക്കിഷ്ടമായി. ഭയങ്കര സ്പേഷ്യസ് ആയിട്ട്. പഴയ വീട് എനിക്ക് ഓർമ്മയുണ്ട്, അതിൽ നിന്നൊക്കെ ഒരുപാട് മാറി. അച്ഛനമ്മയൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് 2 റൂമെല്ലാം കൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് ഒന്നാക്കി അങ്ങനെ കുറേ മാറ്റങ്ങൾ വന്നു. പോസിറ്റീവ് ചേഞ്ചസ്. അപ്പോൾ കിച്ചണും ഇപ്പോൾ ഭയങ്കര സ്പേഷ്യസ് ആണ്, ഇങ്ങനെ നീളത്തിന് കിടക്കുന്നത്. എന്താ വർക്ക് ഏരിയ വേറെ, എല്ലാം സെറ്റായി. വർക്ക് ചെയ്യാൻ തോന്നുന്നൊരു അടുക്കളയാണ് അവിടെ. അങ്ങോട്ട് പോവാം അല്ലേ? ഓക്കെ. ആ ഓ, അപ്പോൾ ഇത് ഇവിടുത്തെ പ്രാർത്ഥനാ ഭാഗമാണ്, പ്രാർത്ഥനാ മുറി എന്ന് പറയാം, മുറിയുടെ ഒരു പോർഷൻ. അപ്പോൾ ഇവിടെ നല്ലതായിട്ട് ഈ മാതാവിനെ നല്ല ഭംഗിയുള്ള മണർകാട് പള്ളിയുടെ മാതാവാണ് ആണല്ലേ. ഓക്കെ, എടുത്ത് വെച്ചാൽ പിന്നെ വിളക്ക് കണ്ടോ, തൂക്ക് വിളക്കൊക്കെ തൂക്കി. സാധാരണ ഈ ജ്ഞാനായക്കാർക്ക് കുറച്ചൊക്കെ ഹിന്ദു ആചാരങ്ങളുമായിട്ട് കുറച്ച് കസ്റ്റം അവർ കൂടെ എന്തോ ഒരു സാമ്യതയുണ്ടല്ലേ. കോൽ വിളക്ക് കല്യാണ സമയത്ത് വയ്ക്കുന്ന വിളക്ക് കത്തിക്കൽ അങ്ങനെയൊക്കെ ഉണ്ടല്ലേ. വിളക്ക് സാധാരണ മറ്റ് വിഭാഗങ്ങളിൽ അങ്ങനെ വിളക്ക് കത്തിക്കുന്നുണ്ടോ? ആണോ? വിളക്ക് കത്തിക്കും. അത് ശരി. ഓക്കെ, ബൈബിളൊക്കെ വെച്ചിരിക്കുന്നത്. ഇത് ഞാൻ പണ്ട് UK ഒരു പള്ളിയുടെ ഭാഗത്ത് ഞാൻ എവിടെ ട്രാവൽ ചെയ്തപ്പോൾ ഞാൻ സിനിക്ക് വേണ്ടി ഞാൻ ഓർമ്മിച്ച് മേടിച്ചതാണ് ഈ ഒരു സമാധി. ഇവിടെ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ, വളരെ ക്യൂട്ടായിരിക്കുന്നു. ഒലീവ് വുഡിലാണ് ചെയ്തത്. യെസ്, അതാണ് അതിലിങ്ങനെ പെയിൻറ്റ് ചെയ്ത്. അത് വളരെ സ്പെഷ്യലാണ്. ഞാൻ അതാണ് എവിടെയെങ്കിലും പോകുമ്പോൾ അപ്പോൾ ഞാൻ നിങ്ങളെ ഓർമ്മിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ അത് രസമാണ്. ഉള്ളിൽ നിന്നുള്ളൊരു ഓവിളി. ഇത് നോക്കി, ഇവിടെ താഴെ 2 ബെഡ്റൂമാണ്. ഈ ബെഡ്റൂമിൽ പഴയ ഫേർണിച്ചേഴ്സ് കണ്ടോ, പണ്ടത്തെ. ഇവിടുത്തെ ഇതാണ് ഏറ്റവും സ്പെഷ്യൽ. ഇവിടുത്തെ പപ്പയുടെ, അതായത് സിനിയുടെ ഫാദറിലോ പപ്പയുടെ, ഞങ്ങളുടെ പഴയ തൊട്ടപ്പുറത്തെ പപ്പ നമ്മളും പപ്പ എന്ന് മമ്മിന്ന് വിളിച്ചുകൊണ്ടിരുന്നത്. ഇവർ എല്ലാവരും അവിടെ നമ്മുടെ അച്ഛനെയും അമ്മയും ചാച്ച, അമ്മ മമ്മി എന്നൊക്കെ വിളിക്കുന്നത്. നമ്മൾ അങ്ങോട്ട് ഞങ്ങൾ കുഞ്ഞിലെ തൊട്ട് കണ്ടു വളരുന്നവരല്ലേ. ഇതിവിടുത്തെ പപ്പയുടെ സേഫ് ആയിരുന്നു അല്ലേ, ലോക്കർ കടയിൽ വയ്ക്കുന്നത്. ഭയങ്കര സ്ട്രോങ് ആണ്. ഇതിൻ്റെ ഒരു സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ ഇത് കടയിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ് അല്ലേ. പപ്പ അത് ജോജാനെ ഇങ്ങനെ പഠിപ്പിച്ചു ഇത് എക്സ്പേർട്ട് ആയില്ല അല്ലേ. 12 കൂട്ടുണ്ട്. പിന്നെ ഇത് കുറേ പേര് ചേർത്താണ് ഇത് അത്ര ഹെവിയാണ് എടുത്ത് അകത്തേക്ക് വെച്ചതെന്നാണ് പറയുന്നത്. 12 കൂട്ടുള്ള സേഫ് അല്ലേ. ലോക്കറാണ്, ലോക്കർ. എന്തും സൂക്ഷിക്കാം. ഓക്കെയാണ്. ഇത് സിനിയുടെയും ജോയുടെയും ഒരു ഐഡിയയിൽ കാര്യങ്ങൾ പ്രത്യേകിച്ച് സിനിയൻ്റെ ആയിരിക്കും ഇതിൻ്റെ ഐഡിയാസൊക്കെ കാണുന്ന. ഇങ്ങനെ സ്റ്റെയർകേസ് ഇവിടെ നിന്ന് കയറി. ഇത് പഴയ കായ്പെട്ടി മീൻസ് കാശ്, കായ്പെട്ടി. ഇതിനകത്താണ് പണ്ടുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ പൈസ ഇട്ട് വയ്ക്കുന്നത്. അറയൊക്കെ ഉണ്ടാവും പൈസ ഇടാനായിട്ട്. ഓക്കെ, കായപ്പെട്ടി. പിന്നെ ഇവിടെ എല്ലാം ആൻറ്റിക് പീസസ് എല്ലാം നമുക്ക് കാണാം, ഒന്നും കളഞ്ഞിട്ടില്ല, എല്ലാം നല്ല പോളിഷ് ചെയ്ത് യൂസ് ആക്കിയിട്ടുണ്ട്. അരിപ്പെട്ടിയല്ലേ, പഴയ അരിപ്പെട്ടി എല്ലാം നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി വെച്ചിരിക്കുന്നു. പിന്നെ ഇത് എത്ര 68 ഇവിടുത്തെ പപ്പ മേടിച്ച റേഡിയോ ആണ്. റേഡിയോ 68 പറയുമ്പോൾ എത്ര വർഷമായി? ഓൾമോസ്റ്റ് 57 ഇയേഴ്സ്, 57 വർഷം മുന്നേ ഉള്ള. ഒന്നും കളഞ്ഞിട്ടില്ല കേട്ടോ, എല്ലാം ഇങ്ങനെ ഒരു ഷോ പീസായി. ഇത് ഇവിടുത്തെ മരിച്ചുപോയ പപ്പയുടെയും മമ്മിയുടെയും, നമ്മുടെ തൊട്ട് നെയ്ബേഴ്സ് ആയിരുന്ന പപ്പയും മമ്മി, എൻ്റെ ചാച്ചനും മമ്മിയെല്ലാം
അവരുടെ ഫ്രണ്ട്സ്. അതെ. ഇതാണ് സിനിയുടെ ഫാദറിലോ ആൻഡ് മദറിലോ. ഇതും കാൽപ്പെട്ടി സാധനങ്ങൾ സൂക്ഷിക്കുന്നത് തന്നെയാണോ? കല്യാണം കഴിഞ്ഞ് വരുമ്പോ ഇതിനകത്ത് ഡ്രസ്സൊക്കെ വെച്ച് കൊടുത്തു. ഓ, കാൽപ്പെട്ടി. ഓക്കെ. അന്നത്തെ പഴയ കാലത്ത് കാൽപ്പെട്ടി എന്ന് പറയുന്നത് അല്ലേ? തുണി സാധനങ്ങൾ വല്യമ്മച്ചിയുടെ ആണോ വെളുത്തമ്മച്ചിയുടെ ആണോ എനിക്കറിയില്ല. കാൽപ്പെട്ടി ഇങ്ങനത്തെ പെട്ടിക്കകത്ത് പണ്ടത്തെ കാലത്ത് കല്യാണം കഴിഞ്ഞ് പോരുമ്പോ ഇങ്ങനെ ഡ്രസ്സുമായിട്ട് വരുന്നത് പുതിയ വീട്ടിലേക്ക്. ആ, അത് ശരി, കൊള്ളാം. കാൽപ്പെട്ടി അതുകൊണ്ട് ഇവിടെ കറി ഷെൽഫ്, ഇവിടെ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും സൂക്ഷിച്ചിട്ടുണ്ട്. ഇത് വൈൻ ഗ്ലാസസ് മാത്രം ഈ സൈഡിൽ വെച്ചിട്ടുണ്ട്. ഇനി അടുക്കളയിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. ഓക്കെ, വാവ്. ഇതാണ് ഇവിടുത്തെ കിച്ചൺ. ലോങ് കിച്ചണാണ്, നല്ല കളർ തീമല്ലേ, ബ്ലൂ ആൻഡ് വൈറ്റ്. ബ്യൂട്ടിഫുൾ കിച്ചണാണ് സിനിയുടെ. ഇതിങ്ങനെ എക്സ്റ്റെൻഡഡ് ആണ്. ഇത് ലോങ് കിച്ചണാണ് കേട്ടോ. ഇവിടെ തൊട്ട് ഇങ്ങനെ നീളത്തിന് നടക്കുന്നത്. ഇവിടെ നോക്കുമ്പോൾ അറിയാം ഇങ്ങനെ 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 ഇങ്ങനെ. ഇറ്റ്സ് എ ലോങ് കിച്ചൺ. നമ്മുടെ വീട് കാണാം ഈ ജനലിൽ കൂടെ നോക്കിയാൽ. അതെ, നമ്മുടെ കൊച്ചടുക്കളയുടെ ജനാല ഒരു സൈഡിലെ ജനൽ കാണാം. ഇവിടെ നോക്കി നമ്മൾ അങ്ങോട്ടോട്ട് കാണാറില്ല, പക്ഷെ കുറവാണ്. സാധനങ്ങളൊക്കെ റെഡി ആയി കഴിഞ്ഞു. അതായത് ഓൾ ഇൻഗ്രീഡിയൻസ് റെഡി. ഇനി ഉണ്ടാക്കലാണ്. കാരണം ഉഴുന്ന് പുളിക്കാൻ പാടില്ല അല്ലേ? ഇത് പുളിയില്ലാത്തൊരപ്പം എന്നാണ് വിചാരിക്കുന്നത്. ആ, പുളിപ്പില്ലാത്ത. അതായത് പെസഹ അപ്പം പലരും പല അതായത് രീതിക്കാണ് ചെയ്യുന്നത്. പ്ലേറ്റിൽ വെച്ചിട്ട് ഈ പിന്നെ എന്താ പറയുക, ഒരപ്പം പോലെ അല്ലെങ്കിൽ വട്ടയപ്പം പോലെയൊക്കെ ചെയ്യുന്നവരും ഉണ്ട് അല്ലേ? അതാണ് കൂടുതലുള്ളത്. പക്ഷെ നിങ്ങൾ ജ്ഞാനായക്കാരാണോ ഇങ്ങനെ? ജ്ഞാനായക്കാർ മാത്രമാണോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ പക്ഷേ ഇതേ കണ്ടിട്ടുള്ളൂ. നമ്മുടെ വീടുകളിൽ ചെയ്യുന്ന, എന്റെ വീട്ടിൽ ചെയ്യുന്ന ഒരു രീതിയാണ് ഇപ്പൊ ചെയ്യുന്നത്. ഓക്കെ, വേറെ രീതിയിൽ ഉണ്ടാക്കുന്നുണ്ടോന്ന് എനിക്കറിയത്തില്ല. സിനിയുടെ വീടെന്ന് പറയുമ്പോൾ തിരുവല്ല സൈഡില് അവിടെ. അപ്പൊ ഇതിലിപ്പോ കാര്യം ഉഴുന്ന് അരച്ച് വെച്ചിട്ടുണ്ട്. 2.5 നാഴി ഉഴുന്നാണ്. അത് അരച്ച് നല്ല ഇതായിട്ട് ഇതിന് 5 തേങ്ങ ചരുകിയത് വെച്ചിട്ട് ഇതിപ്പോ ഒരു 1/2 കിലോയോളം കൊച്ചുള്ളി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 3 സൈസ് 3 ഉണ്ട വെളുത്തുള്ളി വലുത്. അതിന് ഒരു 3-4 ടീസ്പൂൺ നല്ല ജീരകം, ഉപ്പ്. ഇത്രയും കൂടി ഈ തേങ്ങ, ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ജീരകം, ഉപ്പ് എല്ലാം കൂടി ഒന്ന് അരച്ച്, ഉപ്പ് ലാസ്റ്റ്, ഇതെല്ലാം കൂടെ ഒന്ന് അരക്കുക. തരിതരിപ്പായിട്ടാണോ ഇങ്ങനെ അരക്കുന്നത്? ഒത്തിരി മരഞ്ഞു പോകത്തില്ല, അതിനെക്കാട്ടി ഇച്ചിരി കൂടെ അല്ലേ? ഓക്കെ, ആ രീതിയിൽ അരച്ചെടുക്കും. എന്നിട്ടാണ് ഇതിലൊക്കെ മിക്സ് ചെയ്യുന്നത്. പിന്നെ അരിപ്പൊടി ഓക്കെ, അരയ്ക്കാനായിട്ടുള്ള മിക്സ് കുറച്ചായിട്ട് മിക്സിയിലിട്ട് അരച്ചെടുക്കാം. ഇത് ഓക്കെ. ഇതിങ്ങനെ 2-3-4 പ്രാവശ്യമായിട്ടിട്ട്, കാര്യം മിക്സിയിലാണെങ്കിൽ അരച്ചെടുക്കാം. അത് കുഴപ്പമില്ല. തേങ്ങ അരയ്ക്കുന്ന സമയം ഞാനിങ്ങനെ കറങ്ങി നടക്കുകയാണ്. ഇവിടെ നോക്കിയാൽ സിനിയുടെ കളക്ഷൻ. അതായത് പഴയ നൊസ്റ്റു സാധനങ്ങളാണ്. ഒന്ന് ജീരക മുട്ടായി, ഇത് പുളി മുട്ടായി, പിന്നെന്താ ഗ്യാസ് മുട്ടായി, ആൻഡ് ദിസ് ഇസ് നാരങ്ങ മുട്ടായി. അപ്പോൾ ഏത് വേണമെങ്കിലും കഴിക്കാം. ഒരു നാരങ്ങ മുട്ടായി എടുക്കാം. ഇതൊക്കെ നമ്മുടെ ഈ ചൈൽഡ്ഹുഡ് മെമ്മറീസിൽ വരുന്നല്ലേ ഇതൊക്കെ. പണ്ടത്തെ മുട്ടായികളാണ്. പക്ഷെ ഇപ്പോഴും ഉണ്ട് കേട്ടോ പല ചെറിയ കടകളിൽ. ഫാൻ്റെ താഴെ കുറച്ച് അരച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അപ്പം അരച്ച് കഴിഞ്ഞു. ഉഴുന്ന് റെഡി, തേങ്ങയും ജീരകവും ചെറിയ ഉള്ളിയും വെളുത്തുള്ളി റെഡി. വറുത്ത പൊടി എത്ര എടുക്കുന്നത്? അപ്പൊ ഇത്ര നമ്മളത് ആട്ടുമ്പം നമുക്ക് വെള്ളം ചിലതിനകത്ത് എന്റെ ആണ് വയസ്സും ഗ്രൈൻഡർ ഇച്ചിരി വെള്ളം കൂടുതൽ ചെയ്യുന്നത്. അപ്പൊ പിന്നെ ഇതിന്റെ നമുക്കൊരു കൃത്യ കണക്കില്ല. ഞാനിങ്ങനെയാണ് കണ്ടത്. ഇപ്പൊ വയസ്സായവരൊക്കെ ഉണ്ടാക്കുമ്പോ അവരൊരു കണക്ക് വെച്ചല്ല ഉണ്ടാക്കുന്നത്. അപ്പൊ ഇത് ഒരു പാകം കിട്ടുന്ന കൂടുതൽ എപ്പോഴും 5 തേങ്ങയായിരുന്നല്ലോ. 5 തേങ്ങയുടെ ഇത് 2.5 നാഴി ഉഴുന്നും. 5 തേങ്ങ ചിലർ നല്ലോണം തേങ്ങ ചേർക്കുന്നതാണ് ഇതിന് ടേസ്റ്റ്. ഇതൊക്കെ ഉണ്ടാക്കുമ്പോ എന്റെ അമ്മച്ചി ഒരു പറയുമായിരുന്നു, ഇണ്ടറിയപ്പത്തിന് തേങ്ങ പോരാ, അമ്മായി അപ്പനെ തേങ്ങ കയറ്റി. അമ്മായിയപ്പനെ തേങ്ങ കയറ്റണമെങ്കിൽ തേങ്ങ അത്രയും വേണോ? ഓ, അത് ശരി. ഓക്കെ, ഇൻട്രിയപ്പം. അതെ, പെസഹ അപ്പത്തിന് ഇൻട്രിയപ്പം എന്നല്ലേ പറയുന്നത്. അപ്പൊ പിന്നെ എന്താ വെച്ചാൽ ഇതില് അരിപ്പൊടി വറുത്തതാണല്ലോ അല്ലേ? ഓക്കെ, ഉഴുന്ന് അരച്ചതിൽ അരച്ച തേങ്ങ മൊത്തം, തേങ്ങ, ജീരകം, കൊച്ചുള്ളി, പിന്നെ വെളുത്തുള്ളി. ഇതാണ് ആദ്യം മിക്സ് ചെയ്യും.
ഉപ്പ് ചേർത്തില്ലല്ലോ അല്ലേ? ആ, ഓക്കെ. ഉപ്പാകുമ്പോൾ എല്ലായിടത്തും നന്നായി പിടിക്കാനായിട്ട്. ഓക്കെ. ചേർത്തതൊന്ന് ഇനി ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം. ഞാൻ എപ്പോഴും ഇച്ചിരി കൂടുതലാണ് ഉണ്ടാക്കുന്നത്. സാധാരണ വീടുകളിലൊന്നും ചിലപ്പം ഇത്ര ഉണ്ടാക്കത്തില്ല. ഒരു കപ്പ് സൈസ് ആയിരിക്കും അവിടെ ഉണ്ടാക്കുന്നത്. ഇവിടെ പിന്നെ പിള്ളേരൊക്കെ ഉണ്ടായിരുന്നോണ്ട് എല്ലാവർക്കും ഇഷ്ടവുമാ കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നത്. നമുക്ക് കൊടുത്തയക്കും എല്ലാ പ്രാവശ്യം അല്ലേ? കൊടുത്തയക്കാറുമുണ്ട്. അപ്പം ഞാനങ്ങനെ ഫ്രണ്ട്സിനൊക്കെ കൊടുക്കും. പിന്നെ ഫ്രണ്ട്സ് ഒക്കെ ഇത് സ്ഥിരം നോക്കിയിരിക്കുന്നവരുണ്ട്. ശരി. ഓ, സിനിയുടെ ഇൻട്രിയപ്പം എന്ന് പറഞ്ഞാൽ വളരെ ഫേമസ് ആണ്. ഇവർ പ്രത്യേക രീതിയിലാണ് ചെയ്യുന്നത്. എല്ലാവരും ചെയ്യുന്ന പോലെ അല്ല. അങ്ങനെ രീതിയൊന്നുമില്ല. അല്ല, ഇതൊരു മെത്തേഡാണല്ലോ. ഇതൊരു മെത്തേഡ് അല്ലേ, പരത്തി ചെയ്യുന്നത്. സാധാരണ ഞാൻ കണ്ടിട്ടുള്ളത് കൂടുതലും പ്ലേറ്റിൽ ഒഴിച്ചിട്ട് സ്റ്റീം ചെയ്യുന്നതാണ്. അതിൽ നിന്ന് വ്യത്യസ്തമാണല്ലോ. പിന്നെന്താ ചെയ്യുന്നത്? പിന്നെ അവിടെ പള്ളിയിൽ ഇന്ന് വൈകുന്നേരം ഒരു പള്ളിയിലൊരു പ്രാർത്ഥനയുണ്ട് അല്ലേ? 6 മണി കഴിഞ്ഞിട്ട്. അന്നേരം പോകുമ്പോൾ അതിനുശേഷം ജോയി വന്നിട്ട് പ്രാർത്ഥിച്ചിട്ട് ഇത് കൊണ്ടുപോകും. കൊണ്ടുപോകുന്നില്ല, അല്ല, ആൾക്കാർക്ക് കൊടുക്കാനുള്ളത് അത് കഴിഞ്ഞിട്ടാ. ഇനി അരിപ്പൊടി ഇട്ട് തുടങ്ങാൻ പോകും. എനിക്ക് ഒരു പരത്താനുള്ള പാകം, പരത്തിയെടുക്കുന്ന ഒരു പാകത്തിനാണ് വരേണ്ടത്, ആ ഒരു കൺസിസ്റ്റൻസി. അപ്പോൾ ഇത്രയും ഒരു ബൗൾ നിറച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഏകദേശം എത്ര വരും ഈ അരിപ്പൊടി എടുത്ത് വെച്ചിരിക്കുന്നത്? ടൈറ്റായി വരും. ആവശ്യമനുസരിച്ച് പരത്തുന്ന ഒരു പാകം. എനിക്കാണെങ്കിൽ ഇവിടെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ക്രിസ്മസ്, ഈസ്റ്റർ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഞങ്ങൾ ഹിന്ദുക്കളല്ലേ തൊട്ടപ്പുറത്ത് താമസിക്കുന്നത്. പക്ഷേ ഇപ്പുറത്തെ ക്രിസ്ത്യൻ ഫാമിലി ആയതുകൊണ്ട് നമുക്ക് എല്ലാ ഫെസ്റ്റിവൽസിനും ക്രിസ്മസിനും ഈസ്റ്റർ കുഞ്ഞു നാൾ തൊട്ടുള്ള ഓർമ്മയാണ്. എൻ്റെ 4ാമത്തെ വയസ്സിലാണ് ഞങ്ങളുടെ ഈ വീട്ടിലേക്ക് ഞങ്ങൾ വരുന്നത് താമസിക്കാൻ. അപ്പോൾ അന്ന് തൊട്ടുള്ള ഓർമ്മകൾ എന്ന് പറയുമ്പോൾ അതിൽ ഇവിടുത്തെ പപ്പയും മമ്മിയും ഇവിടുത്തെ ഇവരെല്ലാവരും, ജോയ് അതായത് സിനിയുടെ ഹസ്ബൻഡ്, അവരുടെ ബ്രദേഴ്സ് സിസ്റ്റേഴ്സ് എല്ലാവരും ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ ഫെസ്റ്റിവലിനൊക്കെ നമുക്ക് അങ്ങോട്ട് കൊടുത്തയക്കും ഫുഡ്. അപ്പോൾ ക്രിസ്മസിന് ഞങ്ങളൊന്നും ഉണ്ടാക്കത്തില്ല. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ നിന്നാണ് വരുന്നത്. എന്ത് ടേസ്റ്റായിരുന്നു അതെല്ലാം ആലോചിക്കുമ്പോൾ. ടേസ്റ്റ് പറയുകയാണെങ്കിൽ വെള്ളയപ്പമായിരുന്നു അല്ലേ രാവിലെ? വെള്ളയപ്പവും ചിക്കൻ സ്റ്റ്യൂ. ബീഫ് അന്ന് ചിക്കൻ സ്റ്റ്യൂ ആയിരുന്നു എനിക്ക് തോന്നുന്നു. ബീഫ് ഞങ്ങളുടെ അവിടെ ആരും കഴിക്കില്ലല്ലോ. ചിക്കൻ സ്റ്റ്യൂ അല്ലെങ്കിൽ മട്ടൺ സ്റ്റ്യൂ അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ കട്ട്ലേറ്റ് ഉണ്ടാകും. പിന്നെ ഹൽവ, കറുത്ത ഹൽവ, പിന്നെ അച്ചപ്പം. ഇത്രയായിരുന്നു കറക്റ്റ് സംഗതികൾ. അതിങ്ങനെ പക്ഷേ എല്ലാം വീട്ടിലുണ്ടാക്കിയാണ് കൊടുക്കുന്നത്. അങ്ങനെ അത് ഈസ്റ്ററിനും ഇതിനും ക്രിസ്മസിനും ഒക്കെ നമുക്കിങ്ങനെ ഇവിടെ നിന്നാണ് ബ്രേക്ക്ഫാസ്റ്റ് വരുന്നത്. പിന്നെ അങ്ങനത്തെ കുറേ വിശേഷങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ അവരാരും ഇല്ല എങ്കിലും സിനി ആ ഒരു ട്രഡീഷൻ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. വീട്ടിലെ ഏറ്റവും ഇളയ മകൻ്റെ ഭാര്യയാണ് മരുമകൾ ആണ് ഈ ഒരു ഫാമിലിയിൽ നിൽക്കുന്നത്. തറവാട്ടമ്മയായി ലാർജ് സ്കെയിൽ. സാധാരണ എല്ലാവരും ഇത്രയൊന്നും ഉണ്ടാകത്തില്ലായിരിക്കും. അവരവരുടെ ആവശ്യത്തിനല്ലേ ഉണ്ടാകും. സിനി ഇങ്ങനെ കൊടുക്കാനും കൂടിയാണ് ഉണ്ടാക്കുന്നത്. സിനി അവിടെ കുഴച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനിങ്ങനെ കിച്ചണിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണം. ഇവിടെ വാക്കിങ്ങിനുള്ള സ്ഥലം ഇഷ്ടംപോലെ നടക്കാൻ സ്ഥലമുണ്ട്. ചുമ്മാ നടക്കാമല്ലേ? ഈ വൈകുന്നേരം ഈ കോളനിക്ക് ചുറ്റും നടക്കണ്ട, അടുക്കളക്കകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നാലും മതി. നല്ല എക്സ്പ്രസ് നീളത്തിലാണ്. സോ നൈസ്. നമ്മൾ ഈ ഒറട്ടിക്കൊക്കെ പരത്തുന്നതിൻ്റെ ആ പോലത്തെ പാകമായിരിക്കണം അല്ലേ? ഓക്കെ, കൈകൊണ്ടിങ്ങനെ പരത്താൻ പറ്റും. എത്ര നാൾ കൊണ്ട്, അതായത് കഴിഞ്ഞ വർഷം നമ്മൾ പ്ലാൻ ചെയ്തതാണ് ഇവിടെ പെസഹ ഇതുപോലെ ഈ ഇൻട്രിയപ്പം ഉണ്ടാക്കുമ്പോൾ ഞാനിവിടെ വന്ന് ഷൂട്ട് ചെയ്യാം. സിനിമ എല്ലാം പ്ലാൻഡ് ആയിരുന്നു. പക്ഷേ ആ സമയത്താണ് എനിക്ക് മറ്റേ ഇഷ്യൂ ഉണ്ടായത്. കിംസിലായിരുന്നു. ഞാൻ കിംസിൽ കയറി. എൻ്റെ എന്താ പറയുക, പ്രൊലാപ്സ് വന്നിട്ട് അത് പ്രശ്നമായി. പിന്നെ കുറേ നാളത്തേക്ക് എനിക്ക് ബെഡ് റെസ്റ്റും കാര്യങ്ങളും സർജറി എല്ലാം കൂടി കുളമായല്ലോ. ഒരു 3-4-5 മാസം മാറി കിട്ടി. അപ്പോൾ അത് പോയി. അത് സത്യം പറഞ്ഞാൽ ഇത് ലാസ്റ്റ് ഇയർ ചെയ്യേണ്ടതാണ്. അപ്പം ഈ വർഷം ദൈവാധീനം കൊണ്ട് വേറെ തടസ്സങ്ങളൊന്നും ഇല്ലാണ്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നുണ്ട്. ഇനി ഇവരുടെ മക്കളുടെ കല്യാണമൊക്കെ ആകുമ്പോൾ വേണം നമുക്കിനി ഒരു ക്നാനായി കല്യാണത്തിൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്യാൻ. ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം. ഇവിടെ ഇനി 2 ബോയ്സും ഒരു ഗേളും ഉണ്ട്. അവരുടെ കല്യാണമൊക്കെ ആകുമ്പോൾ നമുക്കത് കാണാം. ഇത്രയും ക്വാണ്ടിറ്റി വേണം. ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ ഞങ്ങൾ കൂടുതലാണല്ലോ കഴിക്കും. പിള്ളേർക്ക് ഇത് ഇഷ്ടമാണ്. പള്ളി പോകുമ്പോൾ വെള്ളം തിളപ്പിക്കാൻ വയ്ക്കുക അല്ലേ? സ്റ്റീം ചെയ്യാനായിട്ട് സ്റ്റീമറിലേക്ക് വെള്ളം വയ്ക്കുന്നു. ഇത് മാവെല്ലാം കുഴച്ച് കഴിഞ്ഞു ഇലയിൽ പരത്തിയാണ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞില്ലേ വ്യത്യാസമുണ്ട്. സാധാരണ നമ്മൾ കോമൺ ആയിട്ട് കാണുന്നത് പ്ലേറ്റിൽ വെച്ചിട്ട് ഇങ്ങനെ സ്റ്റീം ചെയ്യുന്നതാണ്, വട്ടയപ്പമൊക്കെ ചെയ്യുന്ന പോലെ. പക്ഷേ ഇത് വ്യത്യാസമാണ്. കഴുകി വൃത്തിയാക്കിയ ഇലയാണ്. പ്രാർത്ഥിച്ചുകൊണ്ടാണ് ചെയ്യേണ്ടത്. ഓക്കെ,
നമുക്ക് വെള്ളം കയ്യാൽ പറ്റുവാണെങ്കിലേ വെള്ളം ഇങ്ങനെ അടുത്ത് വെച്ചിട്ട് യെസ്. നല്ല കനം കുറച്ച് വേണം ചേച്ചി വേവിക്കാൻ. എന്ന് വെച്ചാൽ ഇത് പച്ച ഉള്ളിന്നൊക്കെ അല്ലേ, ചിലപ്പോൾ ഉള്ളൊക്കെ നന്നായിട്ട് വേകണം. ഓക്കെ, നല്ല തിന്നാക്കണം. ഇത് ഫോൾഡ് ചെയ്യുന്നത് നമ്മൾ അമക്കത്തില്ല, ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വെച്ചിട്ട് വെറുതെ ഇങ്ങനെ വെക്കുള്ളൂ. ഓക്കെ, അപ്പം അതിനകത്തോട്ട് പ്രസ്സാവില്ല, ആവി കയറും. ഇങ്ങനെ വെക്കാം, ഓരോന്നോരോന്നൊക്കെ ഇങ്ങനെ വെക്കാം. അപ്പോൾ ഇത് കംപ്ലീറ്റ് ഇങ്ങനെ പരത്തി ഏറ്റവും തിന്നായിട്ട് ചെയ്ത് അത്രയും. പിന്നെ ഫോൾഡ് ചെയ്യുമ്പോഴും ശ്രദ്ധിച്ചില്ല, ഇങ്ങനെ ഭയങ്കരമായിട്ട് അമർത്തിയല്ല, ജസ്റ്റ് ഇങ്ങനെ ഒരു ഫോൾഡിങ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് വളരെ റിലീജിയസ് ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. കാര്യം ഇത്രയും ദിവസത്തെ നോമ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈസ്റ്ററിൻ്റെ അന്നാണല്ലോ നോമ്പ് കഴിയുന്നത്. അപ്പോൾ 50 ദിവസത്തെ നോമ്പാണ് ക്രിസ്ത്യൻ സമൂഹം ഈ ഒരു സമയത്ത് ഇങ്ങനെ എടുക്കുന്നത്. അത് 50 ഡേയ്സ് കഴിഞ്ഞിട്ട്, അതായത് ഈസ്റ്ററിൻ്റെ തലേ ദിവസം രാത്രിത്തെ പള്ളിയിലെ രാത്രിയാകും കഴിയുന്ന ആ ഒരു സമയത്തോടു കൂടിയാണ് അവസാനിക്കുന്നത്. അപ്പോൾ ഈ ഒരു സമയത്തെല്ലാം വളരെ ഭക്തി ബഹുമാനത്തോടു കൂടി, എന്താ പറയുക, ഭയങ്കര ചിട്ടയോടുകൂടി ചെയ്യുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പം നമ്മൾ തന്നെ ഇന്നിപ്പോൾ വീഡിയോ ഇടുന്നത് വൈകുന്നേരത്തെ സമയമാണ്. കാര്യം എല്ലാ ദിവസവും റെഗുലർ ഉച്ച സമയത്തല്ല. കാര്യം ഇത് ഷൂട്ടിങ്ങിന് വേണ്ടി ചെയ്യുന്നതല്ല, ഇത് ഇവിടുത്തെ ഒരു കസ്റ്റമറി ആചാരമായിട്ട് എല്ലാ വർഷവും ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ അത് നമുക്ക് ആ ഒരു ടൈമിലല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ സമയത്ത് തന്നെ വന്ന് ഷൂട്ട് ചെയ്തിട്ട് രാത്രി നമുക്ക് അപ്ലോഡ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞത് തന്നെ. അപ്പോൾ പ്രാർത്ഥനയോടുകൂടി, അപ്പോൾ യേശുദേവൻ്റെ ഓർമ്മകളാണ് ശരിക്കും പറഞ്ഞാൽ, പ്രാർത്ഥനയോടുകൂടി തന്നെയാണ് അദ്ദേഹം അനുഭവിച്ച അതെ എല്ലാം പീഡകളെല്ലാം ലാസ്റ്റ് സപ്പറായിരുന്നു. പിന്നെ അതെ, പുളിപ്പില്ലാത്ത അപ്പം ഭക്ഷിച്ചുകൊണ്ടായിരുന്നു ആ ലാസ്റ്റ് സപ്പറിൽ അദ്ദേഹം ഉണ്ടായിരുന്നു യേശുദേവൻ. ലാസ്റ്റ് സപ്പറായിരുന്നു. അപ്പോൾ അതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഉണ്ടായിരുന്നിരിക്കും. ഉണ്ടായിരുന്നു. പക്ഷെ അത് ലാസ്റ്റ് സപ്പറായി മാറി ആ ദിവസത്തെ. അപ്പോൾ അതുകൊണ്ട് ഇത് ആചരിക്കണം എന്ന് ഒരു ദൈവം പറഞ്ഞു. അതാ ഞങ്ങൾക്ക് വിശുദ്ധ കുർബാനയായിട്ടാണ് ചെയ്യുന്നത്. ഇവർ തന്നെ ഇനി പള്ളിയിലൊക്കെ പോയിട്ട് വന്നിട്ടാണ്, പ്രാർത്ഥിച്ചു കഴിഞ്ഞ് വന്നിട്ടേ ഈ പെസഹ അപ്പം കഴിക്കുകയുള്ളൂ. ലാസ്റ്റ് വൈകുന്നേരം സന്ധ്യ കഴിഞ്ഞിട്ട്. ഇൻട്രിയപ്പത്തിൻ്റെ കൂടെ ഒരു കുറുക്കുണ്ടാവും. അത് തേങ്ങാപ്പാലും ശർക്കരയൊക്കെ ചേർത്തിട്ടാണ്. അതും കാണാം. നമ്മൾ ഈ പ്രാവശ്യത്തെ ഓശാനയ്ക്ക് കിട്ടിയ കുരുത്തോല ഇത് വെച്ചിട്ടാണ് നമ്മളിത് വേവിക്കുന്നത്. ഇനി നമ്മളിത് വെന്ത് കഴിഞ്ഞിട്ട് ഇതാണ് വൈകിട്ട് ഞങ്ങളെല്ലാരും. അതെ, പക്ഷെ ഇത് ഈ കുരിശെന്ന് പറയുന്നത് ഇത് ഓശാന. നമ്മൾ ഈ പ്രാവശ്യം കുരുത്തോല ഓശാന കിട്ടി കുരുത്തോല വെച്ചുണ്ടാക്കിയ കുരിശാണ്. അപ്പൊ ഇത് വെച്ച് ആണ് ഇത് സ്റ്റീം ചെയ്യുന്നത്. അപ്പൊ ഇത് നിങ്ങൾ വൈകിട്ടത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷം പള്ളി പോയിച്ച് വന്നിട്ടാണ്. നമ്മൾ കൂടുതൽ ഉണ്ടാക്കുന്നുണ്ടല്ലോ, ഞങ്ങൾ പ്രാർത്ഥിക്കാൻ ഇതാ വെച്ചിട്ട് അല്ലാണ്ട് ഉണ്ടാക്കുന്നത് സെപ്പറേറ്റ് ഉണ്ടാക്കും. ഇതേ പ്രോസസ് ആണ്, പക്ഷെ അവിടെ കുരിശ് വെക്കുന്നില്ല എന്നേ ഉള്ളൂ അല്ലേ, അത് കൊടുക്കാനുള്ളത്. ഓക്കെ. അപ്പോൾ ഇത് വളരെ റിലീജിയസ് ആയിട്ട് ചെയ്യുന്ന ഒരു കസ്റ്റമറി ആയിട്ടുള്ളൊരു കാര്യമാണ്. ഭയങ്കര പ്രാർത്ഥനയോടുകൂടി തന്നെയാണ് ഈ പെസഹ ഞായറാഴ്ച ഇൻട്രിയപ്പം തയ്യാറാക്കുന്നത്. ഇനി ആ ഒരു രീതിയിൽ തന്നെ ചെയ്യുന്നു. ഇനി ഇത് കഴിഞ്ഞിട്ട് ഇതിനോടൊപ്പം കഴിക്കാനായിട്ടുള്ള കാര്യവും കുറുക്കും കൂടെ ഉണ്ടാക്കാം. അപ്പോൾ ഇതൊക്കെ ഒന്ന് വേഗട്ടെ, ആ ഒരു സമയം കൊടുക്കാം. ചേച്ചി നമ്മളൊരു പാല് കുറുക്ക് ഇത് മുക്കിയാണ് അത് കഴിക്കുന്നത്. അത് ഒരു മധുരമുള്ള ഇതാ പാലെന്ന് പറയും, അല്ലെ ചിലർ കുറുക്കെന്ന് പറയും. ഇത് നമ്മള് നമ്മുടെ ഇൻട്രിയപ്പം ഇത് കഴിക്കുന്നു. ഇതിന് വേണ്ടത് തേങ്ങാപ്പാല്. തേങ്ങാപ്പാലിന് ഇതിപ്പോ ഞാനൊരു 3 തേങ്ങയുടെ പാലാണ് എടുത്തേക്കുന്നത്. ഒറ്റ പാലായിട്ട് 1, 2, 3 എല്ലാം കൂടെ ചേർത്തിട്ട് എടുത്തിരിക്കുന്നു. ഇതൊരു 2 കിലോയോളം ശർക്കര പൊടിച്ചു വെച്ചതുണ്ട്. ഇത് ചുക്കും ഏലക്കായും കൂടെ ശകലം പഞ്ചസാര ഇട്ട് പൊടിച്ചു വെച്ചേക്കുക. ഇത് 1 കിലോ പാളയം തോടൻ പഴമാണ്. ഇത് നമ്മൾ ഇത് കുറുകിയതിന് ശേഷം ചില സ്ഥലത്തൊക്കെ പാളയം തോടൻ പഴത്തിന് പാളയം കൊണ്ട് പറയുന്നത് അങ്ങോട്ടൊക്കെ നോർത്ത് കേരളയിലൊക്കെ എനിക്ക് തോന്നുന്നു മൈസൂർ പൂ എന്ന് പറയുന്നത് തോന്നുന്നു. എന്തോ ഒരു വ്യത്യാസം. ട്രിവാൻഡ്രം സൈഡിലൊക്കെ പാളയം തോട് എന്ന് പറയുന്നത്. അപ്പൊ ഇത് നമുക്കൊന്ന് ശകലം വെള്ളം ഒഴിച്ചൊന്ന് കുറുക്കും.
കുറുകാൻ ആവശ്യത്തിനുള്ള അരിപ്പൊടി, വറുത്ത അരിപ്പൊടി. നമുക്ക് ഒരു കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് പാനി ഉണ്ടാക്കാം. അതിൻ്റെ പാനിയായി. ഒരു നൂലല്ല, ജസ്റ്റ് ഉരുകിയെടുക്കുന്നത്. അത് ഈ പാലിലോട്ട് ചേർക്കുകയാണ്, തേങ്ങാപ്പാലിലേക്ക്. അങ്ങനെ ശർക്കര ഉരുക്കിയത് അരിച്ച് തേങ്ങാപ്പാലിലേക്ക് ഒഴിച്ചു. ഫസ്റ്റ് ഇത് നമുക്കൊന്ന് അടുപ്പിലോട്ട് വെക്കാം. എന്നുവെച്ചാൽ ഈ അരിപ്പൊടി ചേർത്തിട്ട് നമ്മൾ ഒരുക്കുമ്പോൾ കുറുക്കുമ്പോൾ കൈയെടുക്കാതെ ഒന്ന് ആവി വന്നതിന് ശേഷം ഞാൻ ഇച്ചിരി പാലിനകത്തോട്ട് ഇതൊന്ന് പൊടി കലക്കി ചേർത്തിട്ടാണ് ഇളക്കുന്നത്. അപ്പൊ ഇത് കുറുകി വരും. നമുക്കിനി അടുപ്പിലോട്ട് വെക്കാം. ഇപ്പോൾ തേങ്ങാപ്പാൽ, ശർക്കര, പാനീയം മിക്സ് ഇതേ നോക്കിക്കോളൂ. അത് ഏതാണ് നല്ല ആവി വരണം അല്ലേ? അതല്ലേ എൻ്റെ പാകം. ഇനി ഇതിലേക്ക് മാവ് കലക്കി അരിപ്പൊടി കലക്കി വെച്ചിരിക്കുന്ന പാല് ഒഴിക്കും. തേങ്ങാപ്പാലില് ഒരു 3 തവി. ഈ തവിക്കാണോ? ഈ തവിക്ക് ഒരു 3 തവി മാവ് എടുത്തൊന്ന് കലക്കി വെച്ചു. അല്ലെ നമ്മളൊന്ന് ആദ്യമേ അങ്ങ് കലക്കി ഒഴിക്കും. ഇളക്കിക്കൊണ്ടേയിരിക്കണം അല്ലേ, കൈ എടുക്കാണ്ട്. ഓക്കെ ഓക്കെ. ഞാൻ അരിപ്പൊടി കലക്കിയ മാവ് കലക്കിക്കോളും. അപ്പോൾ ഇത് ആവശ്യത്തിന് കുറുകി വരും. ഇത് തിളയ്ക്കാറായിട്ടുണ്ട്. ഇനി ഇത് കുറുകി തുടങ്ങി. നമുക്ക് ഇത് ചുക്കും ഏലക്കായും കൂടെ പൊടിച്ചത് മുഴുവൻ ഇടുക. നല്ല ഇതിന് അത്ര ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഓക്കെ. തള പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഓൾ മിക്സ്ഡ് സംഭവം റെഡി. അപ്പം ഇതെല്ലാ കാര്യങ്ങളും ഇവരത് കഴിക്കുന്ന സമയം എന്ന് പറയുന്നത് പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞിട്ടാണ്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ് പള്ളിയിൽ പോകുന്നതിന് മുമ്പ്. അപ്പം ചെറിയ തീയിലാണ് കിടക്കുന്നത്. ചെറിയ തീയിലാണ് കിടക്കുന്നത്. നമുക്ക് ഈ പാളയംതോടം പഴം ഇതൊക്കെ ഒരു ഫ്ലേവറിനാണ് ഇടുന്ന കേട്ടോ. പഴം ഇട്ട് നമുക്കിനി ഓഫ് ചെയ്യാം. നമ്മുടെ കുറുക്ക് റെഡി. യെസ്, ഇറ്റ്സ് റെഡി. അപ്പോൾ സിനി വീട്ടിൽ തയ്യാറാക്കിയ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയുള്ള പെസഹ വ്യാഴാഴ്ചയുടെ ഏറ്റവും പ്രത്യേകമായിട്ടുള്ള കാര്യമാണ് ഈ ഇൻട്രിയപ്പം ആൻഡ് കുറുക്ക്. അതിൻ്റെ പാല് എന്താ പറയുക, അല്ലാതൊരു പേരും കൂടെ പറയുമല്ലോ ചിലർ എന്താ പറയുക, പാലെന്ന് പറയും. ഇത് ചേർത്താണ് കുറുക്കെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് വളരെ റിലീജിയസ് ആയിട്ട് ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇങ്ങനെ ഒരു കുരുത്തോല വെച്ചിട്ടുള്ള കുരിശ് വെച്ചിട്ട് ആ വില വേവിച്ചിട്ടുണ്ട്. അത് ഇവരിവിടെ വയ്ക്കും. പ്രത്യേകിച്ച് ഇവർ പള്ളിയിൽ പോയി വന്നിട്ട് മാത്രമേ ഇവർ കഴിക്കുള്ളൂ. അല്ലാണ്ട് ഫ്രണ്ട്സിനും നെയ്ബേഴ്സിനും ഒക്കെ കൊടുക്കാനായിട്ട് ഉണ്ടാക്കിയത് കുറച്ച് കൂടുതൽ, സാധാരണ എല്ലാവരും ഉണ്ടാക്കുന്നതിനെക്കാട്ടിലും ഒരു 4 ഇരട്ടി ക്വാണ്ടിറ്റിയാണ് ഇപ്പോൾ സിനി ഉണ്ടാക്കിയത്. അത് എല്ലാ വർഷവും ചെയ്യുന്നതാണ് കേട്ടോ. എനിക്കത് അറിയാം. നമുക്ക് എപ്പോഴും കൊടുത്തയക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്കിപ്പോൾ കഴിക്കാം. പക്ഷേ ഞാനും പ്രാർത്ഥിച്ചിട്ട് തന്നെ കഴിക്കുള്ളൂ. ഓക്കെ, പ്രാർത്ഥനയോടുകൂടി കഴിക്കാം. അപ്പോൾ എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞു ഓൾമോസ്റ്റ് എല്ലാം. അപ്പോൾ ഈ നമ്മൾ ആ കുരിശ് വെച്ച് ചെയ്തത്, കുരുത്തോല വെച്ച് ചെയ്തല്ലോ, അത് മാറ്റി വെച്ചിട്ടുണ്ട്. പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് ഇവരെല്ലാം അപ്പോഴേ കഴിക്കുള്ളൂ. ഞാൻ പിന്നെ ഗസ്റ്റ് ആയതുകൊണ്ടും എന്തായാലും വീട്ടിലേക്ക് കൊടുത്തേക്കാം. അപ്പോൾ എന്നെ ഒന്ന് കഴിപ്പിച്ച് അതിൻ്റെ ഒരു സ്വാദ് നിങ്ങളിലേക്കും കൂടി എത്തിക്കണമല്ലോ, അതിൻ്റെ കാര്യം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അപ്പോൾ ഞാൻ എന്തായാലും പ്രാർത്ഥിച്ചിട്ട് തന്നെ കഴിക്കുള്ളൂ. അപ്പോൾ യേശുദേവനെ മനസ്സിൽ ധ്യാനിച്ചിട്ട് തന്നെ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പെസഹ വ്യാഴാഴ്ചയ്ക്ക് അതിൻ്റേതായ ഒരു പ്രാധാന്യമുണ്ട്. ഓക്കെ, അപ്പോൾ ചെയ്യാം അല്ലേ? തൊലി മാറ്റിയിട്ട് യെസ്, ഇങ്ങനെയാണ് അത് ചെയ്യുന്നത്. നല്ല വെന്തു കറക്റ്റായിട്ടല്ലേ? നമ്മളിതൊന്നും വേസ്റ്റ് ആക്കത്തില്ല കേട്ടോ. ഇതൊക്കെ നമ്മൾ പ്രാർത്ഥിച്ചൊക്കെ ചെയ്യുന്നതുകൊണ്ടേ ഇതൊക്കെ അതിൻ്റേതായ ഫുള്ള് കഴിക്കണം. പിന്നെ ഞാനിപ്പോൾ കഴിക്കുന്നില്ല ചേച്ചി. ഞങ്ങൾ പള്ളിയിൽ പോകണം. ഞങ്ങൾക്ക് 6 മണിക്ക് പള്ളിയിൽ. യെസ്, ഇതന്നെ നല്ല ഫില്ലിങ്ങാണ്. സോഫ്റ്റ്.
വെരി നൈസ്. ഉപ്പൊക്കെ കറക്റ്റ്. ഇപ്പം എല്ലാം correct. ഞാനതൊന്നും നോക്കിയിട്ടില്ല. എല്ലാം പാകം. ഈ കുറുക്കിന്റെ ടേസ്റ്റ് ഒക്കെ എങ്ങനെയുണ്ട് കുറുക്കും അടിപൊളി. ചേച്ചി? ഈ പ്രശ്നം എന്താണെന്നറിയാമോ, ഈ ലാർജ് സ്കെയിലിൽ ഉണ്ടാക്കി എനിക്കൊരു ചെറുതായിട്ട് ഉണ്ടാക്കാൻ അറിയത്തില്ല. അതാണ് എനിക്കൊരു ഒരു ചെറിയ അളവ് പറയാൻ അറിയത്തില്ല. ഒരു ഗ്ലാസിൻ്റെതോ ഉണ്ടാക്കാൻ അറിയത്തില്ല, ഒരു ഗ്ലാസ് ചായ ഇടാൻ കൂടുതലാണ് ഉണ്ടാക്കുന്നത്. ഫാമിലിയിൽ മെമ്പേഴ്സും കൂടുതലാണ്, അപ്പം അതങ്ങനെ ശീലമായി. എങ്ങനെയുണ്ട്? ഗംഭീരം, സന്തോഷം. ആദ്യമായിട്ടൊക്കെ കഴിക്കുന്നവർക്ക് ഇതിന്റെ ടേസ്റ്റ് പിടിക്കത്തില്ല. ഈ പച്ച ഉഴുന്നിന്റെയും ഇല്ല, അതൊന്നും അങ്ങനെ ഫീൽ ചെയ്യില്ല. നല്ല ടേസ്റ്റ് ആയിട്ട് തന്നെ കഴിക്കാം. ചിലർക്ക് പ്രാവശ്യമൊക്കെ കഴിച്ചു കഴിയുമ്പോഴാ പിന്നെ ഭയങ്കര ടേസ്റ്റ് ആയതുകൊണ്ട്. ഇത് എൻ്റയർലി ഡിഫറെൻ്റ് ആണ് ഈ ഒരു സ്റ്റൈലിൽ ചെയ്തിരിക്കുന്നത്. എല്ലാവരും ഇങ്ങനെ അല്ലല്ലോ ചെയ്യുന്നത്. പലരും ഇത് പ്ലേറ്റിൽ വെച്ചിട്ട് ഇങ്ങനെ കുരിശ് അതിൽ വെച്ചിട്ട് നടുക്കൊരു ക്രോസും വെച്ചിട്ടൊക്കെ പുഴുങ്ങിയെടുക്കുന്നത്. അങ്ങനെ പെസഹ വ്യാഴാഴ്ചയുടെ ഭാഗമാകാൻ എനിക്കും സാധിച്ചു. താങ്ക്സ് ടു സിനി. നമ്മൾ ഈ തിരക്കിനനുസരിച്ച് എനിക്ക് ഇത്രയും പേർക്ക് ഉണ്ടാക്കണം, കൊണ്ടുപോകണം, അതിന് പള്ളിയിൽ പോകാൻ സമയമായി വരുന്നു. ഓക്കെ, അപ്പോൾ ഇതിനു വേണ്ടി സമയം മാറ്റി വെച്ചു, നമ്മളെ കൂടി അക്കോമഡേറ്റ് ചെയ്തു. വളരെ സന്തോഷം. അപ്പോൾ താങ്ക് യു സോ മച്ച്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇതിനകത്ത് തന്നെ ഉണ്ടാവും. എല്ലാ വർഷവും നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ പെസഹ വ്യാഴാഴ്ചയുടെ ഇൻട്രിയപ്പം ഇങ്ങനെ ഉണ്ടാക്കണം, അതിൻ്റെ കൂടെയുള്ള കുറുക്ക് വേണമെന്ന് തോന്നുമ്പോൾ ഇത് റെഫർ ചെയ്യാം. ഷീസ് എൻ എക്സ്പേർട്ട്, വർഷങ്ങളായി ചെയ്യുന്നതാണ്. വളരെ നല്ലതായിരുന്നു. ഒരു കണക്ക് ഇത്രയും ലാർജ് സ്കെയിൽ ആയതുകൊണ്ട് അത് നിങ്ങൾ ഏകദേശം ഒരു ഊഹം വെച്ചിട്ട് ചെയ്താൽ മതി, കുഴപ്പമില്ല, കണക്കാക്കി എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ സന്തോഷം, പോയിട്ട് വരാം. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമ്മൾ എപ്പോഴും കാണുന്നവരാണ്, നാളെ എപ്പോഴും കാണാം, റോഡിൽ വെച്ചാണ് കൂടുതൽ കാണുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കട്ടെ എല്ലാവർക്കും. അപ്പോൾ ഇന്ന് ടൈം മാറിയാണ് നമ്മളിത് ടെലികാസ്റ്റ് ചെയ്യുന്നത്, ബട്ട് ഈവൻ ദെൻ കാണുക. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ്. കമൻറ്റ് ബോക്സിലേക്ക് വരാൻ മറക്കണ്ട. പിന്നെ നിങ്ങൾക്ക് ഈ ടൈപ്പ് ഓഫ് ഇൻട്രിയപ്പം പരിചയമുണ്ടെങ്കിൽ പറയുക, അതല്ല നിങ്ങൾ വ്യത്യസ്തമായ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ അതും കമൻറ്റ് ബോക്സിൽ വന്ന് പറയുക. സന്തോഷം. ഓക്കെ, അപ്പോൾ സിനിയെ പണ്ട് തൊട്ട് വീഡിയോ കാണുന്നവർക്ക് അറിയാം. ഈ റീസെൻ്റായിട്ട് കാണുന്നവർക്ക് ഒരു പക്ഷേ അറിയില്ലെങ്കിൽ നമ്മൾ അപ്പുറം ഇപ്പുറം നമ്മുടെ LN വ്ളോഗ്സിൻ്റെ ഭാഗമാണ്. ആദ്യകാലത്ത് നമ്മുടെ ഒരു ചിക്കൻ കറി, ഈസി ചിക്കൻ കറി അതായിരുന്നില്ലേ? അതല്ല, ചിക്കൻ ബിരിയാണി, കുക്കർ ബിരിയാണി ഉണ്ടായിരുന്നു, കറിയില്ലായിരുന്നു. ഇല്ല, കുക്കർ ബിരിയാണി, പിന്നെ നമ്മൾ ഡക്ക് മപ്പാസോ ഇതാണ്ട് ചെയ്തപ്പോൾ കൊച്ചടുക്കള, ഇതൊക്കെ സിനിയും കൂടെ. സിനി എന്ന് വിളിക്കുന്നത് ഇഷ്ടമല്ല. പുള്ളിക്കാരുടെ പേര് സ്നേഹ എന്നാണ്. 2 പേരുണ്ട്, സിനിന്നും ഉണ്ട് സ്നേഹ എന്നുണ്ട്. ഞാൻ എപ്പോഴും സിനീന്ന് വിളിക്കുന്നത്. സ്നേഹ എന്നാ ഇഷ്ടം, വിളിക്കത്തുള്ളൂ. സ്നേഹയോട് യാത്ര പറഞ്ഞിറങ്ങാം. ഇവിടെ നിന്ന് കാലെടുത്ത് വെച്ചാൽ അപ്പുറത്തെ വീടാണ് നമ്മുടെ വീട്. ഓക്കെ, ബൈ. ഈവനിങ് ടൈം, ഇനി കുറച്ച് കഴിയുമ്പോൾ സന്ധ്യയാകും. വീട്ടിലേക്ക് കയറാം. ഇവിടെ ഇപ്പോൾ പുടുമോളും അനുക്കുട്ടിയൊക്കെ അകത്തുണ്ട്. പുടുമോളും ഉറക്കമായിരുന്നു ഞാൻ പോയ സമയത്ത്, ഇപ്പോൾ ഉണർന്നിട്ടുണ്ട്. ഓക്കെ, കാണാം.